എല്ലാ വർഷവും ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ കോടിക്കണക്കിന് രൂപയ്ക്കകത്ത് വളരെ കൂടുതലായിട്ടുള്ള എമൗണ്ട് അവർ സർക്കാരിന് ടാക്സ് ആയിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കറിയുന്നില്ല, നിയമപരമായിട്ട് വഴി ഉണ്ടായിട്ട് പോലും അവർക്ക് ഇങ്ങനെ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാമെന്നുള്ള കാര്യം. 2023 2 ലക്ഷം കോടി രൂപയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റർ തന്നെ ടാക്സ് വകുപ്പിൽ സർക്കാരിന് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 2 ലക്ഷം കോടിക്കകത്തു നിന്ന് വെറും ഒരു 50,000 കോടി രൂപ നമുക്ക് ടാക്സിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. എന്നാൽ നിങ്ങളും അങ്ങനെ പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ മാർച്ച് 31 ആയില്ല. നിങ്ങൾക്ക് ടാക്സ് വകുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല സംവിധാനങ്ങളും ഞാൻ പറഞ്ഞു തരാം. സോ വെയിറ്റ് ടിൽ ദ വെരി എൻഡ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഗോതി മീഡിയയുടെ നുണകൾ കേട്ട് സുഖിച്ചിരിക്കുന്ന അണ്ണന്മാരോടുകൂടെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് പൊതുവെ ലോകത്തിൽ എല്ലായിടത്തും നെഗറ്റീവ് കണ്ടെന്നിരിക്കും. പക്ഷേ ഗോതി മീഡിയ നിങ്ങളോട് കള്ളം പറഞ്ഞ് പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ നെഗറ്റീവിനകത്തും നമുക്കെങ്ങനെ മറികടക്കാൻ ഒരു പോസിറ്റീവ് കണ്ടെടുത്തുകൊണ്ട് വരുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. 2 തരം ടാക്സ് ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് ഉണ്ട്, ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 തരം ടാക്സ് പോകും. ഏതാണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്, പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 12 മാസത്തിനുള്ളിൽ നമ്മൾ ആ ലാഭം കൊയ്ത് കഴിഞ്ഞാൽ അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കേണ്ടി വരും. അത് 20% ആണ് ആ ടോട്ടൽ ലാഭത്തിനകത്തുനിന്ന് സർക്കാരിന് അങ്ങ് പോകുന്നത്. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ നമ്മൾ അത് റിയലൈസ് ചെയ്ത് അങ്ങ് എടുക്കുന്നുള്ളെങ്കിൽ ആ പ്രോഫിറ്റ്, അതിനകത്തു നിന്ന് നമുക്ക് 12% ടാക്സ് പോകും. ഈ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,25,000 രൂപയ്ക്ക് മീതെയുള്ള എമൗണ്ടിലാണ് ഈ 12% ടാക്സ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു റൂളും കൂടെ ഉണ്ട്. ടാക്സ് ലോസ് എങ്ങനെ നമ്മൾ നടത്തും? ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലാ ബിസിനസ്സും നമുക്ക് ലാഭത്തിൽ തന്നെ വരണമെന്നൊന്നും നിയമമില്ല. ചിലപ്പോൾ നമ്മൾ നഷ്ടത്തിൽ പോയെന്നിരിക്കും. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് പോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു 1 വർഷത്തിനുള്ളിൽ നമ്മളങ്ങ് അത് ശരിയായി വരുന്നില്ല, നമ്മളങ്ങ് ലോസ് എടുത്തിട്ട് അങ്ങ് പിന്മാറുകയാണെങ്കിൽ ആ ഒരു ലോസ് എമൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടും ആ ലോസ് നമുക്ക് ബുക്ക് ചെയ്യാം. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടല്ലോ, അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഓൺലി അഗേൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് അഗേൻസ്റ്റ് ആയിട്ടേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ നിയമം നിങ്ങൾ ഓർത്തിരിക്കണം. ഇതാണ് സകല കാര്യത്തിൻ്റെ ബേസിസ്. പൊതുവെ ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവ്യൂ ചെയ്യണം. സ്പെഷ്യലി ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നിങ്ങൾ സ്പെഷ്യലി ഒന്ന് റിവ്യൂ ചെയ്യണം. എന്നിട്ട് അത് റിവ്യൂ ചെയ്യാനായിട്ട് എൻ്റെ അടുക്ക് വരുമ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഇതിനകത്തു നിന്ന് നിങ്ങൾക്ക് ടാക്സ് ഇനത്തിൽ നിങ്ങൾക്ക് വല്ലതും രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് അതിൻ്റെ മെയിൻ ഫോക്കസ്. അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് മെയ്യിലോ ജൂണിലോ എപ്പോഴെങ്കിലും ആകാം. അതൊരു നോർമൽ റിവ്യൂ ആണ്. പക്ഷേ ഈ പോർട്ട്ഫോളിയോ റിവ്യൂക്കകത്ത് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്തുന്നത് എന്താണ്? ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിങ്ങും ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങും ചെയ്യാനാണ്. അന്നേരം അത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ എക്സാമ്പിൾ പ്രകാരം ഒരു മനുഷ്യൻ ഒരു 5 ലക്ഷം രൂപ കൊണ്ടിട്ടു. അന്നേരം ഈ 5 ലക്ഷം രൂപ ഇട്ട മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു ലാഭം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇനത്തിൽ അദ്ദേഹത്തിന് 78,000 രൂപ ടാക്സ് ആയിട്ട് സർക്കാരിന് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇദ്ദേഹം വർഷം തോറും ഈ കറക്റ്റ് സമയത്തിന് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് റിവ്യൂ ചെയ്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 0 ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. അന്നേരം അതെങ്ങനെ നടക്കുമെന്നുള്ള കാര്യം അറിയട്ടെ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ എക്സാമ്പിളിനകത്ത് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിച്ചു. അദ്ദേഹം ഒരു 5 ലക്ഷം രൂപ ഒരു ഈക്വിറ്റി ഫണ്ടിനകത്ത് കൊണ്ടിട്ടു, അല്ലെങ്കിൽ കുറേ സ്റ്റോക്സ് മേടിച്ചു 5 ലക്ഷം രൂപയ്ക്ക്. എന്നിട്ട് ഇത് 5 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര രൂപ ആയി? ഇത് 12.5 ലക്ഷം രൂപ ആയി.
അതിൻ്റെ അർത്ഥം ഏകദേശം ഓൺ ആൻ ആവറേജ് ഒരു 1.5 ലക്ഷം രൂപ എല്ലാ വർഷവും അദ്ദേഹത്തിന് ഗെയിൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അന്നേരം അങ്ങനെയാണ് 5 ലക്ഷം 12.5 ലക്ഷം രൂപ ആയി. അതിൻ്റെ അർത്ഥം 7.5 lakh rupees അദ്ദേഹത്തിന് ടോട്ടൽ ഗെയിൻ ആയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ വിഡ്രോൺ എമൗണ്ട് എത്രയാണ്? 12,50,000. അതിനകത്തു നിന്ന് 5 ലക്ഷം അദ്ദേഹം ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങ് വെട്ടി മാറ്റിക്കോ. അന്നേരം എത്ര ലാഭം കിട്ടി? 7,50,000. ഈ 7,50,000-നകത്തു നിന്ന് 1,25,000 നമുക്ക് എക്സീഡ് ചെയ്തിട്ടുള്ള ബാക്കിക്കകത്താണ് ടാക്സ് കൊടുക്കേണ്ടത്. അന്നേരം 6,25,000 ആണ് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം. അതിനകത്തു നിന്ന് നമ്മൾ ഈ 12.5% ടാക്സ് കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം? 78,125 കൊടുത്തിരിക്കണം. പക്ഷേ ഇദ്ദേഹം എല്ലാ വർഷവും ഈ ഫൈനാൻഷ്യൽ ഇയർ എൻഡിന് മുമ്പായിട്ട് ഇച്ചിരി ഒരു പരിപാടി ചെയ്തായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലാതെ 0 ടാക്സിൽ പരിപാടി നീങ്ങിയേനെ. അതെങ്ങനെയാണെന്നറിയാമോ? നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം അദ്ദേഹത്തിന് ഒരു 1.5 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്നേരം എന്ത് ചെയ്യണം? അതിനകത്ത് നിന്ന് ഈ 1,25,000 rupees, ആ ഡിഫറൻസിൽ നിന്ന് 1,25,000 rupees-ന്റെ സ്റ്റോക്സ് അദ്ദേഹം ലാഭം കൊയ്യുകയാണ്. എത്ര സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,25,000-ന്റെ ആ പ്രോഫിറ്റ് കിട്ടും, അത്രമാത്രം സ്റ്റോക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വിറ്റിരിക്കണം. അതിന് കൊയ്ത് കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ 1,25,000 പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നറിയാവോ? ഇത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മളൊന്ന് കൊയ്തെടുക്കുകയാണ്, പിന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇൻവെസ്റ്റഡ് എമൗണ്ട് ആയിട്ടാണ് വരുന്നത്, അല്ല ലാഭമായിട്ടല്ല. പക്ഷേ ഈ ലാഭം നേരത്തെ അതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഈ വിഡ്രോ ചെയ്തായിരുന്നല്ലോ, അതിനകത്ത് 1,25,000 rupees അദ്ദേഹത്തിന് ലാഭം കിട്ടി. പക്ഷെ അതിനകത്ത് ടാക്സ് കൊടുക്കേണ്ടി വന്നില്ല. മനസ്സിലായോ? അന്നേരം ഇപ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അടുത്ത വർഷം 1,50,000 അയാൾക്ക് പ്രോഫിറ്റ് കിട്ടിയല്ലോ, അതിനകത്ത് നിന്ന് 1,25,000 rupees-ന്റെ ആ പ്രോഫിറ്റബിൾ സാധനങ്ങൾ അദ്ദേഹം വിഡ്രോ ചെയ്യുകയാണ്, പിന്നെയും കൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റും റീഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടാണ് പോകുന്നത്, അല്ലാതെ ആ ഗ്രോത്ത് സ്റ്റോറി ആയിട്ടല്ല പോകുന്നത്. പിന്നെ ഇതിനകത്ത് വാഷ് സെയിൽ റൂൾ എന്ന് പറഞ്ഞ ഒരു റൂളുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളിങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അന്ന് തന്നെ കൊണ്ട് വിഡ്രോ ചെയ്തിട്ട് അന്ന് തന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അന്നേരം പിന്നെ അത് പ്രശ്നമില്ലാതെ വരും. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ വർഷവും 1,25,000 അദ്ദേഹം ഇങ്ങനെ വിഡ്രോ ചെയ്യുകയാണ്. അതിൻ്റെ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുകയാണ്. പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ അത്ര എമൗണ്ടിൻ്റെ സ്റ്റോക്സും കൂടെ ആണ് വിഡ്രോ ചെയ്ത് സെയിൽ ചെയ്ത് ഇനി വരുന്നത്. പിന്നെ പിറ്റേന്ന് കൊണ്ട് അതങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ വർഷവും 1,25,000 rupees ഇദ്ദേഹം പ്രോഫിറ്റ് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഈ 5 വർഷത്തിൽ ഒരിക്കൽ പോലും ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല ഇതിനകത്ത്. ഇപ്പം ഫൈനലി ഈ 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം അങ്ങ് ഫുള്ള് ഈ പരിപാടി നിർത്തുകയാണ്. എനിക്ക് ആവശ്യം പോലുള്ള പ്രോഫിറ്റ് കിട്ടി, ഞാനിപ്പം ബാങ്കിൽ കൊണ്ട് ഇടാൻ പോവുകയാണ്. അന്നേരം 7,50,000 rupees അദ്ദേഹത്തിന് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വന്ന് അദ്ദേഹത്തിന് ഈ ലാസ്റ്റ് ഇനത്തിലേ ഉള്ളൂ അയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അത് എത്രയാണ്? 1,25,000 വരുന്നുള്ളൂ. അന്നേരം അതിനകത്ത് പോലും LTCG കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. സോ ഇൻ ഷോർട്ട് ഇദ്ദേഹത്തിന് 0 ടാക്സ് ആണ് കൊടുക്കേണ്ടി വരുന്നത്. എന്നാൽ നമ്മൾ ഈ 5 വർഷവും ഒന്നും നോക്കാതെ ഈ 5ാമത്തെ വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഇത് വിഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 78,000 കൊടുക്കേണ്ടി വരും. അതാണ് സ്മാർട്ട് ഇൻവെസ്റ്ററും നോർമൽ ഇൻവെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. ഈ ടാക്സ് എന്തിനാണാവോ സർക്കാരിന് പോകുന്നത്? നമുക്ക് ലീഗൽ വഴി തന്നെ ടാക്സ് സേവ് ചെയ്യാനുള്ള മാർഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കിൻ്റെ പേര് ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധ വെച്ച് നോക്കിക്കോണം, ഇത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ കൊയ്ത്ത് നടത്തുന്നത്. 1 വർഷത്തിന് മുമ്പായിട്ട് കൊയ്ത്ത് നടത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ വരും. അന്നേരം 1 വർഷം 365 ദിവസമാണെങ്കിൽ നിങ്ങൾ ഒരു 370 ദിവസമോ 380 ദിവസമോ കഴിഞ്ഞിട്ട് വേണം ഈ പരിപാടി ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ആ 365 മുമ്പായിട്ട് ധൃതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ട് വരും. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ സ്റ്റോക്സിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനകത്തും ചെയ്യാം. ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ. ഇക്വിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആനുപാതികമായിട്ട് അത് ഡെറ്റായിട്ട് പോകും.
ആ ഈക്വിറ്റിയുടെ മാത്രം ഭാഗമായിട്ട് അത് വേറെ ഒരു കാൽക്കുലേഷനാണ്. അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അത് വേണ്ടിയവർക്ക് പ്രൈവറ്റ്ലി തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന മ്യൂച്വൽ ഫണ്ടിനകത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? മ്യൂച്വൽ ഫണ്ടിനകത്ത് പ്രശ്നം എന്താണെന്നറിയാമോ? മ്യൂച്വൽ ഫണ്ടിനകത്ത് നമുക്കൊരു എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അന്നേരം നമ്മൾ ഈ പ്രോഫിറ്റ് കൊയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തൊട്ട് മേടിച്ച് SIP എസ്പെഷ്യലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഇത് SIPക്ക് വേണ്ടിയാണ്, അല്ലാതെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിനകത്ത് ചെയ്തവർക്ക് ഈ പഴയ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പരിപാടി ചെയ്യാം. പക്ഷേ SIP ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന ആ 12 SIP ഉണ്ടല്ലോ, അതിനെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് നിങ്ങൾ കൊയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിനകത്ത് എക്സിറ്റ് ലോഡും കൂടെ കയറി വരുമ്പോഴത്തേക്ക് 1% എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പോകും. അതത്ര സുഖമല്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടും, അന്നേരം നിങ്ങളുടെ ഈ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പോർട്ടലിലോ അല്ലെങ്കിൽ ആ ആപ്പിലൊക്കെ ഇതിൻ്റെ സംവിധാനം ഉണ്ട്. ഞാൻ കണ്ട ആപ്പുകളിലൊക്കെ ഈ സംവിധാനം ഉണ്ട്. അന്നേരം നമ്മൾ കറക്റ്റായിട്ട് എവിടെ നിന്നുള്ള യൂണിറ്റ്സ് നമ്മൾ റിലീസ് ചെയ്യണോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യണോ എന്നുള്ള കാര്യം അത് ഇച്ചിരി സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇനി അടുത്ത പോയിന്റ്, ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്. മാർച്ച് 31 മുമ്പ് നടത്തേണ്ട വേറെ ഒരു കാര്യം കൂടെയാണ് ഇത്. ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് കുറേയേറെ സ്റ്റോക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അന്നേരം നിങ്ങൾ ഈ വർഷത്തിൽ പല ലാഭങ്ങളൊക്കെ ബുക്ക് ചെയ്തെന്ന് വരും. അന്നേരം എന്ത് ചെയ്തു? നിങ്ങളുടെ ഈ ഒരു 10-20 സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5-6 മണങ്ങൂസ് സ്റ്റോക്കും കാണും കേട്ടോ. അത് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വാങ്ങുന്നത്. എല്ലാം ഒന്നും ഹിറ്റ് ആകത്തില്ല. അന്നേരം ഈ മണങ്ങൂസ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇത് നഷ്ടത്തിൽ കിടക്കും. അന്നേരം ഈ നഷ്ടത്തിൽ കിടക്കുന്ന അവന്മാരെ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ മാർച്ച് 31 മുമ്പ് എടുത്ത് ദൂരെ കളയണം. ആ ലോസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നഷ്ടം, അതും കൂടെ അങ്ങ് ബുക്ക് ചെയ്യണം. നഷ്ടം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ്സെറ്റ് ആകുന്നത് എവിടെയാണെന്നറിയാവോ? ആ ലാഭത്തിന് എഗേൻസ്റ്റ് ആയിട്ടാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ആ ലാഭത്തിന് എഗേൻസ്റ്റ്, ഇപ്പം ഇത്രയും ലാഭമുണ്ട്, ഇത്രയുമാണ് നഷ്ടം. അതിൽ ഈ നഷ്ടം അങ്ങ് ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ടാക്സ് കൊടുത്താൽ മതി. പരിപാടി മനസ്സിലായല്ലോ? അന്നേരം ആ ഒരു പരിപാടിയും കൂടെ ചെയ്യാം. പക്ഷെ അതേസമയം ഇപ്പോൾ ഒരു സ്റ്റോക്ക് നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ആ സ്റ്റോക്കിനോട് ഭയങ്കര ടെക്നിക്കലും അതിൻ്റെ ഫണ്ടമെൻ്റലും ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോഴൊരു മോശം സമയത്ത് അത് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത് നഷ്ടത്തിൽ വരുന്നത് നിങ്ങൾക്കൊരു തോന്നലുണ്ടോ? എന്നാൽ അത് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും അത് തിരിച്ചിഞ്ഞെടുക്കാം. അതിന് വിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നു. അത് തിരിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ആ ദിവസം എടുക്കരുത്, പിറ്റേന്ന് എടുക്കണം. ആ ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാഷ് റൂൾ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. അത് നിങ്ങളെ സ്ക്രൂട്ടിനിക്കകത്തോട്ട് കയറ്റും. അന്നേരം പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞിട്ടോ എടുക്കാം. ഇപ്പോൾ ഉത്തമമായ സമയം എന്താണ്? ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ലാഭത്തിനെ കിട്ടും താഴെ. മനസ്സിലായോ? അന്നേരം ആ പരിപാടി നിങ്ങളൊന്ന് ചെയ്തിരിക്കണം. അന്നേരം എന്ത് പറ്റുമെന്നറിയാവോ? നമുക്ക് ഈ ലോസ് ബുക്ക് ചെയ്തു, പക്ഷെ നല്ല സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്കിനിയും അടുത്ത വർഷം നല്ല ലാഭം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. അന്നേരം ആ വകുപ്പിൽ നിങ്ങൾക്ക് ആ നഷ്ടം നമ്മുടെ ഓൾറെഡി ഇരിക്കുന്ന ലാഭത്തിൽ നിന്നത് മൈനസായി മാറും. അന്നേരം നമുക്ക് കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. ആ പരിപാടിക്കാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈക്വിറ്റിക്കകത്ത്. പക്ഷേ അതേസമയം നിങ്ങൾ F&O ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? എന്നാൽ ഇതൊന്നും ഈ ക്യാപിറ്റൽ ഗെയിൻസിനകത്തൊന്നും വരേണ്ട കാര്യം പോലും ഇല്ല. F&O അതൊരു ബിസിനസ് വകുപ്പിലാണ് സർക്കാർ കൺസിഡർ ചെയ്യുന്നത്. അന്നേരം ബിസിനസ്സിൻ്റെ ഗെയിനും ബിസിനസ്സിൻ്റെ ലോസും ആയിട്ടാണ് നിങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അത് നിങ്ങൾ വരുന്ന എന്താണെന്നറിയാം, അത് 12 ലക്ഷം വരെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. അത് കഴിഞ്ഞിട്ട് ആ നോർമൽ 15% ബ്രാക്കറ്റിനകത്തും പിന്നെ 20%, 25%, 30% ബ്രാക്കറ്റിനകത്ത് കയറി പോകും. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഞാനീ പറഞ്ഞത് നോർമൽ ഈക്വിറ്റിക്കകത്തും നോർമൽ മ്യൂച്വൽ ഫണ്ടിനകത്തും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ F&Oയ്ക്കകത്ത് അത് സർക്കാർ ബിസിനസ്സായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈക്വിറ്റിക്കകത്ത് നിങ്ങൾ നോർമലി ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് അത് നിങ്ങൾ ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കേണ്ട കാര്യമുണ്ടോ? യൂഷ്വലി അത് ബിസിനസ്സായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. അത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് ടാക്സിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു പോം വഴി വേണം. അന്നേരം അത് നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ചിലവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിലവും കൂടെ ഇവിടെ അസറ്റ് ഞങ്ങൾ വാങ്ങിച്ചു, അന്നേരം അത് ഡിപ്രീഷിയേഷൻ്റെ പരിപാടി അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. അത് ചെയ്യാനായിട്ടുള്ള പരിപാടി എവിടെയാണ്? നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടിനോട് ചോദിക്കണം. ഈ ചാനൽ അതൊന്നും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞു തരത്തില്ല.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ ഉണ്ടല്ലോ, അതൊന്ന് അടിച്ചേക്കണേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.